അനൽക്ക BJPയുടെ വിവരങ്ങൾ നൽകും. അനൽക്ക സെയ്ദ് നമ്മോടൊപ്പം ചേർന്നത്. അനൽക്ക, BJP മത്സരിക്കേണ്ടതില്ല എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ ഒരു തീരുമാനം അല്ലെങ്കിൽ ആലോചന. പക്ഷേ ഇതുപോലെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുന്നതുകൊണ്ടാണ് അവർ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വലിയ വോട്ട് പ്രതീക്ഷയൊന്നും എന്തായാലും ഇല്ല. അവരവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വോട്ട് സമാഹരിക്കാൻ ശേഷിയുള്ള ആളെയൊന്നുമല്ല ഇറക്കിയത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ പോരാടുന്ന നിലമ്പൂരിൽ BJP എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവരെന്താണ് നിലമ്പൂരിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ ചെന്നിട്ട് അവരുടെ രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്? സനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ BJP ഏറ്റവും അവസാന ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ഈ മത്സര രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP-കാരനല്ലാത്ത ഒരു കേരള കോൺഗ്രസ്സുകാരൻ ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥിയാക്കുന്ന ആദ്യഘട്ടത്തിൽ അദ്ദേഹം BJP-കാരനല്ലായിരുന്നു. പിന്നീട് അത് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം BJP-യിലെ അടക്കം അംഗത്വം സ്വീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ BJP-യുടെ ഒരു NDAയുടെ ഒരു ഈ പ്രചാരണ രീതി എന്ന് പറയുന്നത് ഈ മറ്റ് 3 മുന്നണികളെയും അപേക്ഷിച്ചുകൊണ്ട് മണ്ഡലത്തിൽ ഓടി നടന്നുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രചരണ രീതിയല്ല അവർ പിന്തുടരുന്നത്. അതോടൊപ്പം തന്നെ ഈ മോഹൻജോർ ഈ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹൻജോർ ചുങ്കത്തറ സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതലുള്ള ചുങ്കത്തറ അതോടൊപ്പം തന്നെ മരുത മേഖല അത്തരം മേഖലകളിലൊക്കെ തന്നെയാണ് അദ്ദേഹം കൂടുതലായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ കൂടുതലും ചെലവഴിച്ചിട്ടുള്ളത്. ആദ്യത്തെ 2 സാധ്യതയുടെ കൂടെയാണ് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹം വിരമിച്ച കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ 1 ഇന്ത്യ 1 റാങ്ക് 1 പെൻഷൻ അത്തരം വാദങ്ങൾ അത് ഉന്നയിക്കുന്ന അത്തരം ആൾക്കാരെ നേരിട്ട് വീടുകളിൽ പോയി കാണുക. അതോടൊപ്പം തന്നെ ഈ കുടിയേറ്റ കർഷക മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹം നിരന്തരം അത്തരം വീടുകളായിക്കോട്ടെ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഈ വാഹന ഗതാഗത സൗകര്യമൊന്നുമില്ലാത്ത അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ BJPയെ സംബന്ധിച്ച് ഈ 2024 തെരഞ്ഞെടുപ്പിൽ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ BJP കിട്ടിയത് 17,500 വോട്ടാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ള വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ തന്നെയായിരിക്കും അവരുടെ ശ്രമം എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് 2016 BDJ സ്ഥാനാർത്ഥിയാണ് ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയിട്ടുള്ളത്. ആ ഘട്ടത്തിൽ തന്നെ അവരെ സംബന്ധിച്ച് വോട്ട് അതായത് അവർക്ക് ഉദ്ദേശിച്ച വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം തന്നെയായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മലയോര മേഖലകളിലെ വിവരങ്ങളാണ് നൽകുന്നത്. നിശ്ചയമായിട്ടും വോട്ടിന് എണ്ണം കൂട്ടുക എന്ന് തന്നെയായിരിക്കും അവരുടെ ശ്രമം. പക്ഷേ അത് ഇതുപോലെ ശക്തമായിട്ടൊരു ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ എത്രത്തോളം അവർക്കത് വർദ്ധിപ്പിക്കാനാകും എന്നത് നമ്മൾ പോളിംഗിന് ശേഷം മാത്രമേ അറിയുകയുള്ളൂ.